അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2025 നടക്കുന്ന സമസ്ത അർദ്ധവാർഷിക പരീക്ഷയുടെ 1 മുതൽ 12 ക്ലാസ് വരെയുള്ള എല്ലാ വിഷയത്തിന്റെയും പാഠങ്ങളാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ തഫ്ഹീം തിലാവ ഒന്നാമത്തെ ഭാഗം മുഴുവനും, പിന്നെ അതിന്റെ പുറമെ തഫ്ഹീം തിലാവയുടെ രണ്ടാമത്തെ ഭാഗം 9 പാഠങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ദീനിയാത്ത് അഖ്ലാഖിന്റെ ചോദ്യങ്ങള്, നബിയുടെ കുറിച്ചുള്ള ചോദ്യങ്ങള്, അള്ളാഹിനെ കുറിച്ചുള്ള ചോദ്യങ്ങള്, ഉമ്മയെ കുറിച്ചുള്ള ചോദ്യങ്ങള്, ഉപ്പയെ കുറിച്ചുള്ള ചോദ്യങ്ങള്, ഉസ്താദിനെ കുറിച്ചുള്ള ചോദ്യങ്ങള്, ഇത്രയുമാണ് പഠിക്കാൻ ഉണ്ടാവുക. കേട്ടെഴുത്ത്, അറബി മലയാളം, അറബി ചിലപ്പോൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം കേട്ടെഴുത്ത് പരീക്ഷയും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഈ വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വിശദമായ ടൈം ടേബിൾ കിട്ടിയാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. 2-ാം ക്ലാസ്സിൽ ഖുർആനിൽ പഠിക്കേണ്ട പാഠങ്ങള്: സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നബ മുതൽ സൂറത്തുൽ ഫജ്ർ വരെ, ഹിഫ്ളുൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഖുറൈശ്, സൂറത്തുൽ മാഊൻ, സൂറത്തുൽ കൗസർ. ലിസാനുൽ ഖുർആനിൽ 7 പാഠം, ഫിഖ്ഹിൽ 7 പാഠം, അഖീദയിൽ 7 പാഠം, ദുറൂസിൽ 7 പാഠം. എല്ലാ വിഷയത്തിലും 7 പാഠങ്ങളാണ്. 7 ലെസൺസ് ആണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. 3-ാം ക്ലാസ്. 3-ാം ക്ലാസ്സില് തദ്രീബ് തിലാവയില് വഹ്ദത്തു സാബിയ വരെ, അഥവാ 7 പാഠങ്ങളാണ് ഉണ്ടാവുക. ഖുർആനില് വഹ്ദത്തു സാബിയ വരെയുള്ള പാഠങ്ങൾ, അതിൽ വരുന്ന ഖുർആൻ ഭാഗങ്ങൾ. ഹിഫ്ളില് സൂറത്തുൽ ഉമസ, സൂറത്തുൽ അസ്ർ, തക്കാസുർ, കാരിയ, ആദിയാത്ത്, സൽസലത്ത്, ഖദർ. പിന്നെ കഴിഞ്ഞ വർഷങ്ങൾ പഠിച്ച ഹിഫ്ളിന്റെ ആവർത്തനം ഉണ്ടാവും. പിന്നീട് ഫിഖിൽ പഠിച്ച കാര്യങ്ങൾ ചോദിക്കും. പിന്നെ തദ്രീബ് തിലാവയില് 7 പാഠങ്ങൾ നേരത്തെ പറഞ്ഞു. പിന്നെ അതില് തദ്രീബ് തിലാവയില് 7 പാഠത്തിൽ വരുന്ന ദുആകള് ഉണ്ടായിരിക്കും. പിന്നെ ലിസാനുൽ ഖുർആൻ 7 പാഠം, ഫിഖിൽ 11 പാഠം, അഖീദിൽ 7 പാഠം, ദുറൂസിൽ 7 പാഠം, താരീഖിൽ 11 പാഠം. 4-ാം ക്ലാസ്. 4-ാം ക്ലാസ്സില് തദ്രീബ് തിലാവയില് 7 പാഠം, വഹ്ദത്തു സാബിയ വരെ. ഹിഫ്ദില് കഴിഞ്ഞ പാഠങ്ങൾ പഠിച്ച ഹിഫ്ദിന്റെ പുറമെ സൂറത്തുൽ ബയ്യന, സൂറത്തുൽ അലക്ക്, സൂറത്തുൽ ആല, സൂറത്തുൽ ആശിയ, സൂറത്തുൽ ഷംസ്, സൂറത്തുൽ ലൈല്. ഇത്രയും പാഠങ്ങളാണ്, ഇത്രയും സൂറത്തുകളാണ് കാണാതെ പഠിക്കേണ്ടത്. പിന്നെ ഹിഫ്ദിന്റെ കൂടെ തദ്രീബ് തിലാവയില് 7 പാഠങ്ങൾ പഠിച്ച ദുആകൾ ചോദിക്കും. ലിസാനുൽ ഖുർആനിൽ 6 പാഠം, ഫിഖില് 11 പാഠം, അഖീദിൽ 7 പാഠം, ദുറൂസിൽ 7 പാഠം, താരീഖിൽ 8 പാഠം. നമുക്ക് 5-ാം ക്ലാസ് നോക്കാം. 5-ാം ക്ലാസ്സിൽ ഖുർആൻ സൂറത്ത് ഫാത്തിഹ ബഖറ മുതൽ 6-ാമത്തെ ജുസ് വരെ. ഹിഫ്ദിലെ സൂറത്ത് യാസീന് 57 ആയത്തുകള്. ഫിഖില് ഷാഫി ഫിഖില് 17 പാഠങ്ങളും, ഹനഫി ഫിഖില് 18 പാഠങ്ങളും, അഖീദില് 7 പാഠം, അഖ്ലാഖില് 7 പാഠം,
തജ്വീദിൽ 9, താരീഖിൽ 7, ലിസാനിൽ 6 പാഠം. ഇനി 6-ാം ക്ലാസ്. 6-ാം ക്ലാസ്സില് ഖുർആനില് സൂറത്ത് മറിയം മുതല് സൂറത്ത് ഫുസ്സിലത്ത് വരെ, ഹിഫ്ളില് സൂറത്തുൽ മുൽക്ക് 40 ആയത്ത് വരെ, ഷാഫി ഫിക്ക് 14 പാഠം, ഹനഫി ഫിക്കിൽ 13 പാഠം, ദുറൂസിൽ 8 പാഠം, താരീഖിൽ 11 പാഠം, ലിസാനിൽ 7 പാഠം. നമുക്ക് 7-ാം ക്ലാസ് നോക്കാം. SGD 7 ഖുർആന്. 1-ാമത്തെ ജുസ് മുതൽ 11-ാമത്തെ ജുസ് വരെയാണ്. ഹിഫ്ളില് സൂറത്തുൽ വാഖിയ 65 ആയത്തുകളാണ് പഠിക്കേണ്ടത്. ഷാഫി ഫിക്കിയില് 11 പാഠങ്ങള്, ഹനഫി ഫിക്കിയില് 10 പാഠങ്ങൾ, ദുറൂസില് 9 പാഠങ്ങൾ, താരീഖില് 15 പാഠങ്ങള്, ലിസാനുൽ ഖുർആന് 8 പാഠങ്ങൾ. 8-ാം ക്ലാസ്. ഫിക്കിഹില് ഷാഫി ഫിക്കിയില് 11 പാഠം, ഹനഫി ഫിക്കിയില് 10 പാഠം, ദുറൂസില് 12 പാഠം, താരീഖില് 10 പാഠം, ലിസാനില് 8 പാഠം. ഇനി 9-ാം ക്ലാസ്. ഷാഫി ഫിക്കിയില് 11 പാഠം, ഹനഫി ഫിക്കിയില് 10 പാഠം, ദുറൂസിൽ 9 പാഠം, താരീഖില് 13 പാഠം, ലിസാനിൽ 8 പാഠം. 10-ാം ക്ലാസ്. തഫ്സീറില് സൂറത്തുൽ ഫാത്തിഹ, ളുഹ, ഷഹ്ർ, വത്തീന്, അലക്ക്, ഖദർ, ബയ്യന, സൽസലത്ത്, അങ്ങനെ ഖുറൈശ്, സൂറത്ത് ഖുറൈശ്, സൂറത്തുൽ മാവൂൻ വരെയാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ഫിഖു ഷാഫി 11 പാഠം, ഹനഫിയില് 10 പാഠം, ദുറൂസിൽ 7 പാഠം, ലിസാനില് 10 പാഠം. +1 ക്ലാസ്. തഫ്സീറില് 10 പാഠം, ഷാഫി ഫിക്ക് 10 പാഠം, ഹനഫി ഫിക്ക് 10 പാഠം, ദുറൂസ് 10 പാഠം, ലിസാനിൽ 8 പാഠം. സഫ് സാനി അശറ +2. തഫ്സീറില് 7 പാഠം, ഷാഫി ഫിക്കിൽ 12, ഹനഫി ഫിക്കിൽ 10 പാഠം, ദുറൂസിൽ 7 പാഠം, ലിസാനിൽ 7 പാഠങ്ങൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.